ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദഅതു ബിസ്മില്ലാഹി റൂഹി ബിഹ്തദാ ഇലാ കശ്ഫി അസ്റാരിൻ ബിബാതിനിഹിൻ ദവാത് വസല്ലൈതു ഫിത്താനി അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി മൻ സാഹ ളലാലത വൽ അലാത് ഫലം ഉമ്മത്ത് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള പിതാക്കളെ, മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയ വിദ്യാർത്ഥികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു നമ്മളെയും നാമുമായി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ മുഴുവൻ ആളുകളെയും അല്ലാഹു നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മളെ സഹായിച്ചവർ, നമ്മളുമായി സഹകരിച്ചവർ, ഈ പള്ളി പണിത അന്ന നാൾ മുതൽ ഇന്നേ വരെ ആരെല്ലാം ഈ പള്ളിയുമായി സഹകരിച്ചോ സഹായിച്ചോ അള്ളാഹു അവർക്കെല്ലാം അറ്റമില്ലാത്ത ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു സ്വലാത്തിൻ്റെ മജ്ലിസിലാണ്. അള്ളാഹു നമ്മൾ ഈ ഇരുത്തം നാളെ സ്വർഗത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഇരുത്തമാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ ഒരുപാട് അദ്കാറുകൾ ചൊല്ലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മൾ ആലപിച്ചു. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കണം. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിച്ചവരിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവന് വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത് അവന് തഖ്വയാണ്. അത്തഖ്വ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അവിടുത്തെ സഹാബത്തിനോട് തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ ഹഉന. ഹബീബായ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെയാണ്. ഈ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തിട്ട് തഖ്വ അവിടെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, തഖ്വ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ആ തഖ്വ മാത്രം മതി നമുക്ക് വിജയിക്കാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നാളെ മഹ്ശറ വൻസഭയിൽ ഒരാളും മറ്റൊരാൾക്ക് സഹായമില്ലാത്ത സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുത്തത് അത് തഖ്വയുള്ളവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ ഏറ്റവും തഖ്വയുള്ളവനാരാണ്? അവനാണ്. അവൻ വെളുത്തവനെന്നോ കറുത്തവനെന്നോ പ്രായം കൂടിയവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് തഖ്വയുള്ള ആളുകൾക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, തഖ്വയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, തഖ്വയുള്ളവൻ അവന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് പറയുകയാണ്, തഖ്വ എന്നാൽ എന്താണ് മുഅ്മിനീങ്ങളെ? തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യലാണ്. നമ്മളോട് 5 വക്ത് നമസ്കാരം അല്ലാഹു കൽപ്പിക്കപ്പെട്ടു. ആ 5 വക്ത് നമസ്കാരം നമ്മൾ നിസ്കരിക്കലാണ്. റമദാനിൽ അല്ലാഹു നോമ്പ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ടു, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടു, ഹജ്ജ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. നിങ്ങൾ ഹറാമിലേക്ക് നോക്കരുതേ, നിങ്ങൾ തെറ്റ് ചെയ്യരുതേ, നിങ്ങളുടെ മാതാപിതാക്കളെ അവരോട് ചെയ്യുന്നൊരു വാക്ക് പോലും പറയരുതേ, നിങ്ങളൊരു തെറ്റുകുറ്റങ്ങളിലേക്കും പോകാതെ ജീവിക്കണേ, നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് കൽപ്പനകളുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. ആ കൽപ്പനകളെല്ലാം മുറുകെ പിടിച്ച് ജീവിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. മുഅ്മിനീങ്ങളെ, ആ തഖ്വ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്,
قال الله تعالى في القرآن المجيد പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ അവനേത് പ്രതിസന്ധിയിൽ പെട്ടാലും അവനേത് കേസിൽ കുടുങ്ങിയാലും ദുനിയാവിലെ ഏത് പ്രയാസത്തിൽ അവൻ കുടുങ്ങിപ്പോയാലും വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ അവൻ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. നമുക്കറിയുമല്ലോ, നമ്മുടെ മദ്രസയിലെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിലുണ്ട് മഹാനായ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹുവിനെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുകയാണ്. എന്നിട്ട് പറാവുകാർ വന്നുകൊണ്ട് ആ ജയിലിൽ പൂട്ടിയിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടക്കെന്ന് പറഞ്ഞു. സുബഹിയുടെ സമയത്തിന് തൊട്ട് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന പാറാവുകാരോട് പറഞ്ഞു, ഈ ജയിലിൻ്റെ അറയൊന്ന് എനിക്ക് തുറന്നു തരണം, ഞാനൊന്ന് വുദൂ എടുത്തിട്ട് ഞാനൊന്ന് തഹജ്ജുദ് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാറാവുകാർ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹുവിനെ തുറന്നു കൊടുത്തുകൊണ്ട് നിസ്കരിക്കാനുള്ള വുദൂ എടുക്കാനുള്ള സൗകര്യമെല്ലാം ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ ജയിലിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റുകയും ജയിലിൻ്റെ അകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പുറത്തുനിന്ന് വാതിൽ പൂട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബഹിയുടെ സമയമായപ്പോൾ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ കാണുന്നില്ല എന്ന് ചരിത്രം പറയുകയാണ്. ബ്രിട്ടീഷുകാർ വന്ന് നോക്കുമ്പോൾ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു ജയിലിൽ കാണുന്നില്ല. ചരിത്രം പറയുകയാണ്, പൊന്നാനി വലിയ പള്ളിയിലെ ജുമാഅത്ത് പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് ഉമർ ഖാദി തങ്ങൾ നേതൃത്വം കൊടുത്തുന്ന ചരിത്രം പറയുകയാണ്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ നമ്മൾ മുറുകെ പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മളിലേക്ക് കടന്നു വന്നാലും, ഇപ്പോഴത്തെ പൗരത്വ ബില്ല് നമ്മളിലേക്ക് കടന്നു വരികയാണ്, NRC നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. പിന്നെയും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവന് കണക്കില്ലാതെ അല്ലാഹു തആല കൊടുക്കുന്നതാണ്, അവന് സന്താനം കൊടുക്കുന്നതാണ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ അല്ലാഹു ആഹാരം നൽകുന്നതാണ്, അവൻ്റെ ഉപജീവന മാർഗങ്ങൾ നൽകുന്നതാണ്. ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മനുഷ്യനെ ജോലിക്ക് വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. ആ ജോലിക്ക് വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ ഇന്ന മണിക്കൂർ നിനക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന പൈസ തരാമെന്ന് പറയും, അല്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യത്തഖില്ലാഹ അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്തു കഴിഞ്ഞാൽ